കേശവൻ സർ, താങ്കൾ ഈ ബജറ്റിനെ നിരീക്ഷിക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ അതിലെ മേന്മകൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണ്? നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാവുന്ന ഒരു നല്ല ബജറ്റായി താങ്കൾ ഇതിനെ വിലയിരുത്തുമോ? അതിവേഗം വളരുന്ന സമ്പദ്ഘടന എന്നത് ഒരു അലങ്കാരമായി, ഒരു വിശേഷണമായി നിരന്തരം ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമാണ്. അത് പ്രതിഫലിക്കുന്ന ഒന്നായിരുന്നു ഈ ബജറ്റ്. ഗോപികൃഷ്ണൻ, അതിനുത്തരം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഈ പശ്ചാത്തലം, ഇന്നത്തെ ഇന്ത്യൻ സമ്പദ്ഘടന നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. നമ്മുടെ സമ്പദ്ഘടന ഇപ്പോൾ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന രീതിയിൽ വളർച്ചാ നിരക്ക് കൈവരിക്കുന്ന മേജർ ഇക്കോണമി എന്നുള്ള രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വളർച്ച ഈ നടപ്പ് സാമ്പത്തിക വർഷം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമാകും. 6.4% നമ്മൾ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് നമ്മൾ കണക്കാക്കുന്നത്. അടുത്ത വർഷത്തിലും ഇക്കണോമിക് സർവേ പറയുന്നത് പരമാവധി നമ്മുടെ വളർച്ചാ നിരക്ക് 6.8% ആയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മുടെ ഒരു പാനലിസ്റ്റ് പറഞ്ഞ കാര്യം, അതിൽ പറഞ്ഞ രാഷ്ട്രീയത്തിനോട് അല്ല എൻ്റെ യോജിപ്പ്. പക്ഷേ ഇക്കണോമിക് സർവേ പറയുന്നുണ്ട് നമ്മുടെ രാജ്യം ശരിക്കും നാം വിഭാവനം ചെയ്യുന്ന വികസിത രാജ്യം ആവണം എന്നുണ്ടെങ്കിൽ 8% റിയൽ ഗ്രോത്താണ്. ഗോപികൃഷ്ണൻ, നമ്മൾ സാധാരണ പറയുന്നത് ഇൻഫ്ലേഷൻ കണക്കാക്കാതെ എടുക്കുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ കണക്കിൽ ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പോൾ 8% തുടർച്ചയായിട്ട് വളർച്ചാ നിരക്ക് കൈവരിച്ചാലേ അടുത്ത 20-22 വർഷം കൊണ്ട് നമ്മളൊരു ഡെവലപ്ഡ് സ്റ്റാറ്റസിലേക്ക് എത്തുകയുള്ളൂ. ഇതിനെന്താണ് സർക്കാരുകൾ ചെയ്യേണ്ടത്, സർക്കാരാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സർക്കാരിൻ്റെ ചെലവ്, അത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഈ വളർച്ചയ്ക്ക് നൽകുന്ന ഒരു പ്രചോദനമായി പ്രവർത്തിക്കും. അപ്പോൾ സർക്കാരിൻ്റെ ചെലവ് 47 കോടി രൂപയായിരുന്നു, 47 ലക്ഷം കോടിയായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ തോതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ വർഷം ആയപ്പോഴത്തേക്കും 50 ലക്ഷം കോടിയായിട്ട് ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ബഡ്ജറ്റ് എക്സ്പാൻഷനറി ആണ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂടുതൽ ചെലവ് കണക്കാക്കിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബഡ്ജറ്റാണ്. അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെലവും കഴിഞ്ഞ വർഷം 11 ലക്ഷം കോടിയായിരുന്നു, അതിനത് മുമ്പിലത്തെ വർഷം 10 ലക്ഷം കോടിയായിരുന്നു. ഈ വർഷവും അതിലൊരു വർധനവ് വന്നിട്ടില്ലെങ്കിൽ കൂടി 11 ലക്ഷം കോടി ആണ് ഈ വർഷവും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് സർക്കാർ കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ മധ്യവർഗത്തിന് വേണ്ടി കൊടുത്ത ഇളവ് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ അത് കൂടാതെ ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് KCC എന്ന് പറയുന്ന ഒരു ലോണിന് 3 ലക്ഷം വരെയാണ് പലിശ ഇളവ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് 5 ലക്ഷം ആയിട്ട് ഉയർത്തുമ്പോൾ എല്ലാ സംസ്ഥാനം, കേരളത്തിലടക്കമുള്ള കർഷകർക്ക് നേരിട്ട് പ്രയോജനം, 4.5% പൂർണ്ണമായിട്ടും ഇൻട്രസ്റ്റ് സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ എത്ര വായ്പ എടുത്താലും 5 ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് പലിശ നിരക്കിൻ്റെ ഇളവ് ലഭ്യമാകുന്നു. MSME സെക്ടറിൻ്റെ ഡെഫിനിഷൻ, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിലാണ് അവയുടെ കാറ്റഗറൈസേഷൻ നടക്കുന്നത്. അതിനെ 2.5 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് കൊണ്ട് നടപ്പിലാവുന്നത്, നേരത്തെ 50 കോടിയാണ് പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന MSME ആയിട്ട് ഒരു യൂണിറ്റിനെ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് 50 കോടി ആയിരുന്നുവെങ്കിൽ അത് 125 കോടിയായിട്ട് ഉയർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടി സ്കീംസിലും നല്ല വർധനവ്, 5 കോടി വരെ ഈടില്ലാതെ കൊടുക്കാനായിട്ടുള്ള ഗ്യാരണ്ടി നേരത്തെ നിലവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 10 കോടിയായിട്ട് വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ ഇത് മതിയോ? ഈ ചോദ്യം ശരിക്കും നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചുള്ള സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പരക്കെ വിശ്വസിക്കപ്പെടുന്നതും പൊതുവെ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടികൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പൊതുവെ ഉള്ളത് ഈ ധനക്കമ്മി 3 എന്നുള്ളതായിരുന്നു FRBM ആക്റ്റിൽ. അതൊരിക്കലും എത്തപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാലും ധനക്കമ്മി കുറച്ചു കൊണ്ടുവരിക, അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗോപികൃഷ്ണൻ ആർട്ട് ഓഫ് ദി പോസിബിൾ അല്ലേ, സാധ്യമാവുന്നതിന്
ഭരണത്തിൻ്റെ ഒരു കല മാത്രമല്ലേ ബഡ്ജറ്റ്. അപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുകയും നമുക്ക് എന്താണ് ചിലവ് കൂട്ടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഭവം എവിടെ നിന്ന് വരും? ഇതിനു വേണ്ടിയിട്ടുള്ള വിഭവം. അതേപോലെ ആനുകൂല്യങ്ങൾ, ഇപ്പോൾ മധ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എന്നാലും ഈ ബഡ്ജറ്റിൽ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നികുതി ഇളവ് കൊടുത്തത് വഴി 1 ലക്ഷം കോടിയാണ് സാക്രിഫൈസ് ആയിട്ട് ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്നത്. എന്നാലും നികുതി വരുമാനം, അതായത് മൊത്തം 1 ലക്ഷം കോടിയുടെ ഇളവ് കൊടുത്തതിന് ശേഷവും നികുതി വരുമാനം കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം 25 ലക്ഷം, കഴിഞ്ഞ വർഷം വെച്ചാൽ ഈ നടപ്പ് സാമ്പത്തിക വർഷം മാർച്ച് 2025 25 ലക്ഷം കോടി ആയിരുന്നുവെങ്കിൽ 28 ലക്ഷം കോടിയാണ് 25-26 കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ബഡ്ജറ്റിൻ്റെ തോത് 3 ലക്ഷം കോടി കൂട്ടിയപ്പോൾ ആ കൂടുതൽ നീക്കിയിരിപ്പിലേക്ക് വേണ്ടി വരുന്ന തുക പൂർണ്ണമായിട്ടും നികുതി പിരിവിലൂടെ, ടാക്സ് എഫിഷ്യൻസിയിലൂടെ സമാഹരിക്കാനായിട്ടുള്ള നിർദ്ദേശം ഈ ബഡ്ജറ്റിൽ വരുന്നു. അതുകൊണ്ടാണ് ഈ സാധ്യതകളുടെ ഒരു കല എന്നുള്ള അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിനെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട്, ചാലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് പരമാവധി ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഒരു കൺസേൺ പരക്കെ പറയപ്പെടുന്നത് കൊണ്ട് ആ ഫിസിക്കൽ ധനക്കമ്മി കുറയ്ക്കുകയും വിഭവ സമാഹരണം എഫിഷ്യൻ്റായിട്ട് നടത്തുകയും അതേസമയം പരമാവധി ഇളവുകൾ ആൾക്കാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങൾ ഒത്തുനോക്കുമ്പോൾ ചെയ്യുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുവാൻ ശ്രമിക്കുന്നത്. നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ഇനി നമുക്ക് കേരള ഫോക്കസ്ഡ് ആയിട്ട് കൂടി പറഞ്ഞോളൂ. യു മേ പ്ലീസ് കംപ്ലീറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും പറഞ്ഞോളൂ സർ. അല്ല, ഒരേ ഒരു സെൻറ്റൻസ് മാത്രം. പക്ഷേ അതേസമയം വേണ്ട മേഖലകൾക്കെല്ലാം ചിലവ് പ്രതീക്ഷിച്ച രീതിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അത് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ നിന്നാലും നമുക്ക് ഈ ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചുള്ള ഈ ഒബ്സഷൻ ഉള്ളിടത്തോളം കാലം ചിലവാക്കേണ്ട രീതിയിലുള്ള ചിലവ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് ഒരു കംഫർട്ട്. ഇന്ത്യ ആര് ഭരിച്ചാലും, BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സമ്പദ്ഘടനയുടെ സ്ട്രെങ്ത് ഞാൻ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മൊത്തം കടത്തിലെ ഫോറിൻ കറൻസി കടത്തിൻ്റെ തോത് 3% മാത്രമേ ഉള്ളൂ. ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സിലുണ്ട് 190 ലക്ഷം കോടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മൊത്തം കടം എങ്കിൽ അതിൽ 5 ലക്ഷം കോടി മാത്രമാണ് ഫോറിൻ കറൻസി ഡെറ്റ്. അതുകൊണ്ട് കടത്തിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിവക്ഷിക്കുന്ന ആശങ്ക നമുക്ക് ആവശ്യമില്ല. പക്ഷേ ആ ആശങ്ക അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഒരു ബഡ്ജറ്റിൽ ചെയ്യാൻ